ഇത് ഇത്രയും പാലക്കാണ് നമ്മൾ ഇപ്പോൾ പറിച്ചെടുത്തത്. ഇന്നൊരു ദിവസത്തെ തോരന് ഇത് ധാരാളമാണ്. ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ എന്താണ് തോരനെടുക്കുന്നതെന്നുള്ളത് നമ്മൾ തലേന്ന് തന്നെ ഫിക്സ് ചെയ്യും. അങ്ങനെ ഇന്ന് ലോട്ട് വീണിരിക്കുന്നത് പാലക്കിനാണ്. പാലക്ക് ഞാൻ കൃഷി ചെയ്യുന്നതും വിത്ത് പാകുന്നതും അത് മുളച്ച് വരുന്നതെല്ലാം ഞാൻ ലോങ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണണം. അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ പാലക്ക് തോരന് വേണ്ടി എടുക്കുകയാണ്. ഇപ്രാവശ്യത്തെ എൻ്റെ പാലക്ക് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയൽ ആൻഡ് എറർ ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ പാലക്ക് പാകി മുളപ്പിച്ച് ഇങ്ങനെ വലുതാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഇതെല്ലാം ഒരു മൂത്ത പരുവമായി. അങ്ങനെ എൻ്റെ പാലക്ക് ഞാൻ കൃഷി ചെയ്ത് ഫസ്റ്റ് ടൈം ആണെങ്കിലും തെറ്റില്ലാത്തൊരു വിളവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പാലക്ക് എടുക്കാൻ പോവാം. ഇതിന് വലിയ വേരൊന്നുമില്ല. അടിയിൽ നിന്ന് പതുക്കെ മണ്ണെടുക്കി ഇത്രയേ ഉള്ളൂ സാധനം. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന പാലക്കാണ്. ഉള്ളതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അടിയിൽ നിന്ന് ഞാൻ ഇങ്ങനൊരു സാധനം വെച്ച് മണ്ണങ്ങ് പൊക്കിയെടുക്കുക. അടിയിൽ നിന്ന് മൂടോടെ ഇങ്ങനെ പൊങ്ങിപ്പോരും. ഇതാണ് നമ്മുടെ പാലക്ക്. അങ്ങനെ ജോക്കുട്ടിനും എത്തി. വാ പാലക്ക് പറിക്കാൻ വാ. ഇങ്ങോട്ട് പോരെ. പോവാണോ? നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പാലക്കാണ്. ഒരില പോലും കളയരുത്, കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അതുപോലെ തന്നെ ഒരു പെസ്റ്റിസൈഡും അടിക്കാത്ത സാധനമാണ്. ഓർഗാനിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നല്ലൊരു പാലക്കാണ്. ഇവിടെ ഒരു വലിയ ഒന്നുകൂടെ ഉണ്ട്. അതുകൂടെ ഇങ്ങെടുത്ത് ഇന്നത്തേക്കുള്ളത് മതിയാക്കാം. യെസ്, ഇപ്പോൾ കൊട്ട നിറച്ച് പാലക്ക് കിട്ടി. ഇന്നൊരു ദിവസത്തേക്ക് ഇത്രയും മതി. ഇനിയും നിൽപ്പുണ്ട്, അത് വേറൊരു ദിവസത്തേക്ക് നമുക്കെടുക്കാം. സോ അങ്ങനെ ഇന്ന് ഞങ്ങളുടെ തോരൻ പാലക്കാണ്. അപ്പോൾ ഹാർവെസ്റ്റിംഗ് കണ്ടല്ലോ. നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ചീര വളർത്തുന്ന പോലെ തന്നെയുള്ള പരിചരണങ്ങളാണ് ഇതിനും കൊടുക്കേണ്ടത്. മുഴുവൻ പാലക്കും പറിച്ചെടുത്തിട്ടില്ല, ബാക്കിയുള്ളത് നിർത്തിയിട്ടുണ്ട് അടുത്ത ഒരു തോരന് വേണ്ടി കൂടെ. പാലക്ക് നമ്മൾ ഇന്നത്തെ തോരന് വേണ്ടി പറിച്ചു. പക്ഷേ ഇനിയും നല്ല മൂത്ത പല സാധനങ്ങളും നമ്മുടെ ഇവിടെ നിൽപ്പുണ്ട്. അതിലൊന്നാണ് തക്കാളി. മൂത്ത് പഴുത്ത തക്കാളികളുണ്ട് ഇവിടെ. അതെടുക്കാം. ഇത് 2 എണ്ണം. നിറച്ച് പഴുത്ത് തുടുത്ത് കിടക്കുന്നൊക്കെ പറയുന്നില്ലേ, അതേ പരുവത്തിൽ കിടക്കാന്നേ. ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം. പാലക്കായി തക്കാളിയായി. ഇനി അടുത്തത് വെണ്ടയ്ക്ക നോക്കാം. വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. കാണണ്ടേ? നല്ല വലിയ വെണ്ടയ്ക്കയാണ്. നമുക്കിവിടെ എന്നും ഇപ്പോൾ വെണ്ടയ്ക്കയാണ്. അത് മെഴുക്ക് പുരട്ടിയായിട്ടും പാൽക്കറിയായിട്ടും വലിയ മുഴുത്ത വെണ്ടയ്ക്കയാണ്. ഇനിയുണ്ട് പറിക്കാൻ. ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് മൂത്ത് പോകും. ഇന്ന് നമ്മൾ എടുത്തില്ലെങ്കിൽ നാളെ നോക്കുമ്പോൾ ഇത് മുറ്റിപ്പോവും. അതുകൊണ്ട് ഇന്നേ എടുത്തങ്ങ് വെച്ചേക്കാം. നല്ല വലിയ വെണ്ടയ്ക്കകളാണ്. ഇതെല്ലാമാണ് ഇന്ന് രാവിലെ കിട്ടിയ സാധനങ്ങൾ. ഇന്നത്തേക്കുള്ള പാലക്ക്, പിന്നെ തക്കാളി പഴുത്തതിങ്ങ പറിച്ചെടുത്തു. അതൊരു 5 എണ്ണം ഉണ്ട്. വെണ്ടയ്ക്കയാണേലോ നിറച്ചുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക പറിച്ചു. ഇനിയും ഇവിടെ ആൾക്കാരുണ്ട് പറിക്കാനായിട്ട്. ഒരു കുപ്പി കുക്കുമ്പർ കൂടെ നമുക്കങ്ങ് എടുത്തേക്കാം. നമ്മുടെ ഇവിടെ കുക്കുമ്പർ കിലോ കണക്കല്ല, കുപ്പിക്കണക്കാണ്. അപ്പം ഇന്ന്
ഈ കുപ്പി കുക്കുംബർ കൂടെ അങ്ങ് എടുത്തേക്കാം. യെസ്, അങ്ങനെ അടുത്ത ഒരു കുപ്പി കുക്കുംബർ കൂടെ നമ്മളിന്ന് മുറിച്ചെടുത്തു. ഇവിടെ നിന്ന് എടുക്കുക. കുട്ടി മാമ പെട്ടു മാമ എന്ന് പറയുന്ന പോലെ ആയിപ്പോയോ? അപ്പം ഈ കുപ്പിയും നമ്മൾ കളയേണ്ട ഗതിയാണ്. കാരണം ഇവിടെ സൈസ് വലുതായിപ്പോയി, കുക്കുംബർ വലുതായി. അപ്പോൾ ഇന്നത്തെ ഹാർവെസ്റ്റിങ്ങിൽ നമ്മൾ ഒരു കുപ്പി കുക്കുംബർ കൂടെ ആഡ് ചെയ്തു. മുട്ട പിന്നെ കണ്ടിന്യൂസ് ആണ്, ഇന്നത്തെ ദിവസം മുഴുവനും ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. അത് വീഴുന്നതനുസരിച്ച് നമ്മളെടുക്കും.